നമ്മുടെ ഇടനാട് പാലമാണിത്. ഇടനാട് പാലത്തിൽ നിന്നുള്ള ദൃശ്യം കൂടി നമുക്കൊന്ന് കാണാം. അവിടെ നിന്നാൽ ശരിക്കും ഈ വെള്ളത്തിൻ്റെ വരവ് നമുക്ക് കാണുവാനായിട്ട് പറ്റും. ആൾക്കാരെല്ലാം പാലത്തിൽ നിന്ന് കണ്ടോ, വരവ് കണ്ടോ കുത്തി ഒഴുകിയാണ് വരുന്നത്. കുത്തി ഒലിച്ച് വരിക. അതുകൊണ്ട് ഇവിടെ വന്ന് കറങ്ങുക വെള്ളം. കണ്ടില്ലേ, നിങ്ങൾ കണ്ടോ, വെള്ളം കറങ്ങി അടിക്കുക ഇവിടെ വന്ന്. അതുപോലൊഴുക്കാണ്. നമ്മൾ കണ്ടാൽ തന്നെ പേടി തോന്നും. ഭയാനകമായ വെള്ളം ശരിക്കും വരികയാണ്. അതാണ് ഞാൻ പറഞ്ഞ പുത്തൻകാവിൽ അപ്പുറത്തെ പള്ളിയും കാര്യങ്ങളും കൊണ്ട് അവിടെ കാണുന്നത്. ഇത് ഇടനാട് പാലം, ഇത് പമ്പയാറാണ്. പമ്പയാറിന് കുറുകെയുള്ള ഇടനാട് പാലമാണ്. ഇടനാട് പാലത്തിൽ നിന്നുള്ള കാഴ്ച. പുത്തൻകാവ് ഏറിയ ഉരുൾപൊട്ടലിൻ്റെ മൂലമുണ്ടായ ഈ ഒരു വെള്ളപ്പൊക്കം അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ നല്ല വരവാണ് വെള്ളത്തിൻ്റെ. ഓക്കെ, അന്യായ വെള്ളത്തിൻ്റെ വരവ് തന്നെയാണ്. ഇത് ഉരുള് പൊട്ടിയതിൻ്റെ അല്ലേ? കുറയത്തില്ല. കണ്ടില്ലേ, വേണ്ട വരവ് കണ്ടോ ആണല്ലേ? ഇനിയും വെള്ളം കൂടുതൽ വരുമെന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. ഇവിടെ തന്നെയാണോ? ഇവിടെ ഉള്ളതാണോ? അടിയിൽ അഴുക്കുണ്ടല്ലേ? മരമെല്ലാം അവിടെ കിടക്കുക. മരങ്ങളെല്ലാം അവിടെ അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. അവിടെ അടിച്ചിട്ട് തിരിച്ച് വെള്ളം ഇങ്ങോട്ട് ഒഴുകുക. ഓഹോ, ഇവിടെ കറങ്ങി അടിക്കുക. അത് തന്നെ വെള്ളം ഇവിടെ തന്നെ കറങ്ങി, അവിടെ തന്നെ കിടന്ന് കറങ്ങി അടിക്കുക വെള്ളം. കണ്ടോ, ശ്രദ്ധിച്ചേ നിങ്ങൾ? കണ്ടോ, അവിടെ തന്നെ വെള്ളം കറങ്ങി അടിക്കുകയാണ്. ഇതൊക്കെ ഇറങ്ങിപ്പോയാൽ പെട്ടുപോയി. കുത്തിക്കിടക്കുക അവിടെ. ആ പാലത്തിൻ്റെ അടി നമ്മൾ നോക്കിക്കണ്ടാൽ അവിടെ ഒഴുക്ക് അവിടെ തന്നെയാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ കുത്തി എടുത്തുകൊണ്ട് പോകും ആൾക്കാർ. ആ പരുവത്തിന് നിൽക്കുകയാണ്. ഇനിയ പ്രദേശവാസികളൊക്കെ ഇവിടെ ഇത് കാണാനും ഒക്കെ വന്ന് കൂടിയിട്ടുണ്ട്. പുത്തൻകാവിലെ പള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ ചരിത്ര പ്രസിദ്ധമായൊരു പള്ളിയാണ് പുത്തൻകാവ് പള്ളി. അപ്പോൾ ഇതിനോട് ചേർന്ന്, ഈ സ്കൂളിനോട് ചേർന്ന് ഇവിടെ ഒരു ശ്രീരാം വ്യൂ എന്നും പറഞ്ഞൊരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിനോട് ചേർന്നാണ്, സൈഡിൽ കൂടിയാണ് പമ്പാ നദി ഒഴുകുന്നത്. അവിടെ കണ്ടോ, അവിടെ വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ വെള്ളം കയറുകയാണ്. ഇവിടെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ പുത്തൻകാവ് ജംഗ്ഷനിലാണ് ഇവിടെ മെട്രോപൊളിറ്റൻ സ്കൂൾ ഞാൻ പറഞ്ഞല്ലോ. അവിടെ നിന്ന് അവിടുത്തെ ഫയർഫോഴ്സ്, ഫയർ റെസ്ക്യൂ ടീമും അതുപോലെ തന്നെ ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകരും ഒക്കെ ചേർന്ന് ഇവിടെ ട്രാഫിക് നിയന്ത്രിക്കുന്നുണ്ട്. വാഹനങ്ങൾ അങ്ങോട്ട് കടത്തിവിടുന്നില്ല. അതായത് കോഴഞ്ചേരി ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇവിടുത്തെ ഇടവകയുടെ ഒരു വികാരിയാണിത്. കണ്ടില്ലേ, അവിടെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പത്തനംതിട്ട സൈഡിൽ നിന്ന് വരുന്നവരൊക്കെ പറയുന്നത് അവിടെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ നല്ല വരവാണ്, കുത്തൊഴുക്കാണ്. അപ്പോൾ അവിടെ വെള്ളം കയറി വാഹനങ്ങളൊക്കെ, ചില വാഹനങ്ങൾ പോകുന്നുണ്ട്, ചിലത് തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തുകൂടി വരുന്നവർ, ഈ ആറന്മുള സൈഡ് വഴി വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതുവഴി ഇത് മറ്റുള്ളവർക്ക് കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് നൽകുക. കാരണം ഇവിടുത്തെ സ്ഥിതികൾ ഇതാണ്. റോഡിൽ വെള്ളം കയറി, പൊക്കമെന്ന് പറഞ്ഞാൽ അത്രമാത്രം വെള്ളപ്പൊക്കമില്ല, എന്നാൽ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി ചെറിയ വാഹനങ്ങളൊക്കെ വരുന്നവരെന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം വാഹനങ്ങൾ പോകാൻ സാധിക്കത്തില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാകും അത്. ഓക്കെ.